അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നുമല്ലാത്ത ഒരു ബ്രാൻഡ് ഇപ്പം 2022 5 പ്രൊഡക്ട്സ് ആയിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനല്ല പറയുന്നത്, ഇത് നത്തിങ് ഇന്ത്യ ഹെഡ് മനുഷ് ശർമ്മയാണ് പറഞ്ഞത്. 2022 നമുക്ക് ഈ നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് ഈ ഒന്നുമില്ലാത്തൊരു ബ്രാൻഡിൽ നിന്ന് 5 പ്രൊഡക്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്നാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്, ഇവിടെ എന്തൊക്കെയാണ് ലോഞ്ച് ഒക്കെ ആവാൻ പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതാണ് നത്തിങ് ഫോൺ 1. അപ്പോൾ നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഫസ്റ്റ് അവരുടെ ഈ ഇയർ 1 ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഇവര് ഇപ്പം പതുക്കെ എല്ലാ ഡിവിഷനിലോട്ടും ഒക്കെ പോകാൻ പോവാണ്, ഈ ആപ്പിൾ പോലെ തന്നെ. അപ്പോൾ ആദ്യം ഇവരുടെ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ പേരാണ് നത്തിങ് ഫോൺ 1. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫ്ലാഗ്ഷിപ്പിന്റെയും ഈ മിഡ് റേഞ്ചിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്യാണ് ഈ ബ്രാൻഡ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വാല്യൂ ഫോർ മണി ഫോൺസ് ആയിരിക്കും ഈ ബ്രാൻഡിൽ നിന്നെല്ലാം കിട്ടാൻ പോകുന്നത്. അപ്പം സ്പെസിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പം അതെല്ലാം നല്ല തന്നെയായിരിക്കും. പിന്നെ അത് തന്നെയല്ല, അവർ റീസെന്റ് ഈ ക്വാൽക്കമുമായിട്ട് അവർ എല്ലാം പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമെല്ലാം കൊണ്ട് തന്നെ അവർക്ക് ചിപ്സെറ്റ് ഷോർട്ടേജ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ അത് തന്നെയല്ല, അവർക്ക് വേണമെങ്കിൽ ബെസ്റ്റ് ചിപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഇവർക്ക് ഈ അഡ്വാൻറ്റേജസ് എല്ലാം തന്നെയുണ്ട് ഇവർ ക്വാൽക്കമുമായിട്ട് പാർട്ണർഷിപ്പ് ഒക്കെ ചെയ്യുമ്പം. പിന്നെ ഞാൻ ഈ നത്തിങ് ഫോണിനെ പറ്റി എല്ലാം വീഡിയോസ് എല്ലാം ചെയ്തായിരുന്നു, നിങ്ങൾക്ക് ആ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ അടുത്ത ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് നത്തിങ് വാച്ച് 1. അപ്പോൾ നത്തിങ് വാച്ച് 1 നമുക്ക് എല്ലാം പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നത്തിങ് അവരുടെ വാച്ചും ലോഞ്ച് ചെയ്തേക്കാം. അപ്പോൾ ഇവർ ചിലപ്പം ഈ ഗൂഗിളിന്റെ ഈ VROS ഒക്കെ ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പൊ അത് തന്നെയല്ല, ക്വാൽക്കം ഈ സ്മാർട്ട് വാച്ചസിനുള്ള ഈ SoC എല്ലാം ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ അവരുടെ വാച്ചസിനകത്തൊക്കെ ഇവരുടെയൊക്കെ ചിപ്സെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് തന്നെയല്ല, ഇവർ ഗൂഗിളിന്റെ VROS ഒക്കെ ഇടും അവരുടെ വാച്ചസിനകത്ത്. അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ ഇതൊക്കെ വിറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മെയിൻ ആണ് ഈ വാച്ചിന്റെ ഒക്കെ പ്രൈസിങ്. അപ്പൊ അത് ഒക്കെ 10K താഴെയൊക്കെ വരുവാണെങ്കിൽ അതും എല്ലാം ഹിറ്റ് ആക്കിയേക്കാം ഈ വാച്ചും ഒക്കെ. അപ്പോൾ നത്തിങ് വാച്ച് 1 എല്ലാം ലോഞ്ച് ആകാൻ പോവുകയാണെന്ന് പറഞ്ഞ് ന്യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെയല്ല, വെറും ഇൻട്രസ്റ്റിംഗ് കാര്യത്തിലോട്ട് പോവുകയാണെങ്കിലാണ്, അപ്പോൾ നത്തിങ്ങിന്റെ ഈ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ആണെങ്കിൽ ഇവിടെ ഒരു ഇന്റർവ്യൂവിനകത്ത് അവർ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ 2 ഈ കോഡ് നെയിംസ് എല്ലാം ലീക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പോക്കിമോൺ റിലേറ്റഡ് ഒക്കെ ആയിരിക്കും എന്നാണ്. പിന്നെ അത് തന്നെയല്ല, നിങ്ങൾ ഈ കാൽപ്പായുടെ DP തന്നെ നോക്കുവാണെങ്കിൽ ആഷിന്റെ ആണ്. നിങ്ങൾക്ക് അധികം പിക്കാച്ചു ഉണ്ട്, ചാറിസാഡ് ഉണ്ട്, ഇതുപോലത്തെ പോക്കിമോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവര് ഈ കോഡ് നെയിംസ് എല്ലാം ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ എല്ലാം ന്യൂസുകളാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എല്ലാം ഉള്ളത്. അപ്പോൾ അടുത്ത് ഇവരുടെ പ്രൊഡക്റ്റിലോട്ട് പോവുകയാണെങ്കിലാണ്, ഇവർ ഇപ്രാവശ്യം നത്തിങ് ഇയർ 2 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നത്തിങ് ഈ ഇയർ 1 ലോഞ്ച് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സക്സസർ ആയിട്ട് ഇവരുടെ നത്തിങ് ഇയർ 2 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നു ഇനി മുതൽ ഈ ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ ബേസ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇതിലും നിങ്ങൾക്ക് നല്ല ഈ സൗണ്ടും അതും ഇതൊക്കെ ഉണ്ടായിരിക്കും, സൗണ്ടും ബേസും ഒക്കെ. അപ്പോൾ നത്തിങ് ഇയർ 1 നിങ്ങളിപ്പോൾ നോക്കുകയാണ് 5000 രൂപയുടെ പ്രൈസിങ്ങിലായാലും നല്ലൊരു ഹെഡ്സെറ്റ് ഒക്കെ ആണെന്നാണ് എല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പല ആൾക്കാരും പറഞ്ഞായിരുന്നു ആ ഒരു വിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നല്ലതാണെന്ന്. അപ്പോൾ സെയിം തന്നെ OnePlusന്റെ പഴയ ഈ ഐഡിയോളജിയിലാണ് ഇവർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇവിടെയൊക്കെ ലോഞ്ച് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടെന്നാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 4000 രൂപ, ഒരു 5000 രൂപ ആ റേഞ്ചിലൊക്കെ ഇതൊക്കെ കിട്ടിയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ നത്തിങ് ഇയർ 2-നകത്ത്. പിന്നെ നെക്സ്റ്റ് ഈ പ്രൊഡക്റ്റിലോട്ട് പോവാണെങ്കിൽ ഇതാണ് നത്തിങ്ങിന്റെ പവർ ബാങ്ക്. അപ്പോൾ ഇവിടെ നത്തിങ് പവർ 1 അവർ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഒന്നും ഡീറ്റെയിൽസ് ഇല്ല ഇവിടെ. അപ്പോൾ ഇവരുടെ ഈ പവർ ബാങ്ക് എല്ലാം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മിക്കവാറും ഉള്ളാൻ പോകുന്ന ഇതിനകത്ത് ഈ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെയായിരിക്കും. പിന്നെ ആ ഒരു പവർ ബാങ്കിന്റെ ആ ഡിസൈനും പിന്നെ Type-C പോർട്സ് ഒക്കെ ഉണ്ടായിരിക്കും, ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത് ജസ്റ്റ് എൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ്. അപ്പോൾ അത് തന്നെ അല്ലാതെ ഈ പവർ ബാങ്കിന്റെ ഈ പ്രൈസിങ് ആയാലും അതെല്ലാം എഫക്റ്റീവ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നോക്കാം എന്തൊക്കെ ആവുമെന്ന്. അപ്പോൾ ഈ പ്രൈസിങ്ങിന് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് നല്ലതൊക്കെ ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നോക്കാം ഈ നത്തിങ് പവർ 1-നകത്ത്. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് നത്തിങ്ങിന്റെ സ്പീക്കേഴ്സിനെ പറ്റി.
അപ്പോൾ നത്തിങ് അവരുടെ സ്പീക്കേഴ്സും ലോഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്. അപ്പോൾ ഇതിനും ഉള്ള ഹൈ ചാൻസസ് ആണ്. പിന്നെ അത് തന്നെയല്ല ഈ സ്പീക്കേഴ്സിലെ സൗണ്ട് ക്വാളിറ്റിയും അതും എല്ലാം അടിപൊളിയായിരിക്കും. പിന്നെ അത് തന്നെയല്ല ഇതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഗൂഗിൾ ഹോം സപ്പോർട്ട് എല്ലാം ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഈ സ്മാർട്ട് സ്പീക്കേഴ്സിനകത്ത്. പിന്നെ അതുപോലത്തെ തന്നെ ന്യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിൻലി ഉള്ള വാർത്തകളാണെങ്കിൽ നത്തിങ് ഫോൺ 1, നത്തിങ് ഇയർ 2, നത്തിങ് വാച്ച് 1 ആണ്. ബാക്കി ഉള്ളതിനെ പറ്റി കൂടുതൽ ഒന്നും ഡീറ്റെയിൽസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാത്തത്. അപ്പോൾ ഇതൊക്കെ ലോഞ്ച് ആവും എന്നൊക്കെ തന്നെ ഇവിടെ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിനകത്ത്. അപ്പോൾ ഇവര് ഇപ്പം മെയിൻലി നോക്കാൻ പോകുന്ന ഈ ഈക്കോ സിസ്റ്റമിനകത്താണ്. ഇപ്പോൾ ഇവരുടെ മെയിൻ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OnePlus യൂസേഴ്സും പിന്നെ വേറെ ഉള്ള ചൈനീസ് ബ്രാൻഡ്സിന്റെ ഈ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവരെ ഈ നത്തിങ് എന്ന ബ്രാൻഡിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇവർ ഇപ്പോൾ ഹൈ എൻഡിലൊന്നും അല്ല ഇപ്പം ഇവർ കളിക്കുന്നത്, പിന്നെ ലോ എൻഡിലും ഒന്നുമല്ല. ഇവർ ആ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പാണ് ഇവർ ഫില്ല് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ ഹെഡ്സെറ്റ് ആയാലും നോക്കുവാണെങ്കിൽ ഇവരുടെ നത്തിങ് ഇയർ 1 തന്നെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ വിലയാണെങ്കിൽ 5000 തൊട്ട് 6000 രൂപയാണ്. ഇത് കൂടുതൽ ഒന്നും എക്സ്പെൻസീവ് ഒന്നുമല്ല, കൂടുതൽ ചീപ്പ് ഒന്നുമല്ല. അപ്പോൾ അതുപോലെയൊക്കെയാണ് അവർ ഈ പ്രാവശ്യമൊക്കെ എല്ലാം കളിക്കാൻ പോകുന്നത്. അപ്പോൾ നത്തിങ് വാച്ച് 1 ഇതൊക്കെ ആയിരിക്കും 10,000 റേഞ്ചിലൊക്കെ തന്നെ ഈ വാച്ചും വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ വാച്ചിന്റെ UI ഒക്കെ നല്ലതാണെങ്കിൽ, വാച്ചിന്റെ ഈ ചിപ്സെറ്റ് നന്നായെങ്കിൽ ഇതൊക്കെ തന്നെ ഹിറ്റ് ആയേക്കാം. അപ്പോൾ നത്തിങ് ഫോൺ 1 മെയിൻ എല്ലാം തന്നെ പ്രതീക്ഷകൾ. ഈ ഫോൺ എല്ലാം തന്നെ എങ്ങനെയാവുമെന്ന്. അപ്പോൾ മെയിൻലി ഈ ഫോണൊക്കെ നല്ലതാണെങ്കിൽ ഈ ഫോണിന്റെ UI നോക്കുവാണെങ്കിൽ അതിനകത്ത് അവർ സ്റ്റോക്ക് UIയും പിന്നെ കുറച്ച് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും ഓപ്ഷൻസ് ഒക്കെ തന്നെ അവർ ആഡ് ചെയ്തേക്കാം. അപ്പോൾ സെയിം തന്നെയാണ് OnePlusന്റെ പഴയ ഐഡിയോളജിയിലാണ് ഇവരെല്ലാം വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിനകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വന്ന ന്യൂസുകളിനകത്ത്. അപ്പോൾ 5 ഈ പ്രൊഡക്ട്സ് അവർ 2022 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു ഈ വീഡിയോക്ക്. അത് കൂടുതൽ ഒന്നും തന്നെ ഇല്ല. ഈ വീഡിയോകൾ വന്ന് ഈ വീഡിയോകളെല്ലാം ബോറായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ കൂടുതൽ ഈ ടെക് ഫീൽഡുമായിട്ട് കൂടുതൽ ഒന്നും ന്യൂസുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ എല്ലാം തന്നെ ഡിലേ ആവുന്നു. അപ്പോൾ അത് തന്നെയല്ല എൻ്റെ എക്സാംസും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും വീഡിയോകളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻലി ഈ വീഡിയോക്കകത്ത് എല്ലാം തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.